കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനാണ് ഇന്നത്തെ ദിവസം സാക്ഷിയാകുന്നത്. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവ് ഭരണാധികാരി എന്ന നിലയിൽ നിന്നും പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലേക്ക് മാറുമ്പോൾ കേരള നിയമസഭയിലും ജനങ്ങൾക്കിടയിലും എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം കേരളത്തിന്റെ ഭരണം ഒരൊറ്റ കയ്യിൽ കൊണ്ടു നടന്ന ഒരു നേതാവ് പ്രതിപക്ഷത്തിന്റെ കസേരയിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ കേരളം എന്ത് പ്രതീക്ഷിക്കണം? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വോട്ടർമാർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭരണപക്ഷത്തിരിക്കുമ്പോഴാണോ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണോ ഒരു നേതാവിന്റെ യഥാർത്ഥ കരുത്ത് പുറത്തു വരുന്നത്? പിണറായി വിജയൻ എന്ന നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം സംഘടന കെട്ടിപ്പടുത്തതും ജനങ്ങൾക്കിടയിൽ വളർന്നതും ശക്തമായ സമരങ്ങളിലൂടെയും പ്രതിപക്ഷ രാഷ്ട്രീയത്തിലൂടെയുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി നിയമസഭയിലെത്തുമ്പോൾ അത് കേവലം ഒരു പദവി മാറ്റം മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിന്റെ ശൈലി തന്നെ മാറിമറിയുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഈ മാറ്റത്തെ നമ്മൾ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിച്ച് മനസ്സിലാക്കണം. ഒന്നാമത്തേത് നിയമസഭയ്ക്കുള്ളിലെ മാറ്റങ്ങൾ, രണ്ടാമത്തേത് സ്വന്തം പാർട്ടിക്കുള്ളിലെയും മുന്നണിയിലെയും മാറ്റങ്ങൾ, മൂന്നാമത്തേത് ജനകീയ സമരങ്ങളിലേക്ക് പാർട്ടി തിരിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഈ 3 കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ വരും വർഷങ്ങളിൽ കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. ആദ്യം തന്നെ നമുക്ക് നിയമസഭയ്ക്കുള്ളിലെ കാര്യം നോക്കാം. കഴിഞ്ഞ 10 വർഷമായി നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന റോളിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ ഇനി ചോദ്യങ്ങൾ ചോദിക്കുന്ന, സർക്കാരിന്റെ ഓരോ നീക്കങ്ങളെയും വിരൽ ചൂണ്ടി വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ റോളിലേക്ക് അദ്ദേഹം മാറും. ദീർഘകാലത്തെ ഭരണപരിചയമുള്ള ഒരു നേതാവ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാരിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഭരണപക്ഷത്തിന്റെ എല്ലാ ഇടനാഴികളും നിയമങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരാളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്കോ ഭരണപക്ഷത്തിരിക്കുന്നവർക്കോ ഫയലുകളിലോ തീരുമാനങ്ങളിലോ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചാൽ അത് കൃത്യമായി കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കും. സഭയ്ക്കുള്ളിൽ വളരെ മൂർച്ചയേറിയ ആധികാരികമായ വിമർശനങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയത്തിൽ പലരും കരുതുന്നത് ഭരണം പോയാൽ ഒരു നേതാവിന്റെ പ്രസക്തി കുറയും എന്നാണ്. എന്നാൽ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, പല നേതാക്കളും തങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ്. VS അച്യുതാനന്ദൻ എന്ന നേതാവിന്റെ ചരിത്രം തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ സമരങ്ങളും ഇടപെടലുകളുമാണ് അദ്ദേഹത്തെ കൂടുതൽ ജനപ്രിയനാക്കിയത്. ഇതേ ശൈലിയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ സംഘടനാ ശൈലിയിലോ ആയിരിക്കും പിണറായി വിജയന് മുന്നോട്ട് പോവുക എന്നാണ് അണികൾ കരുതുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം സ്വന്തം പാർട്ടിക്കുള്ളിലെ മാറ്റങ്ങളാണ്. ഭരണത്തിലിരിക്കുമ്പോൾ പാർട്ടിക്ക് പല പരിമിതികൾ ഉണ്ടാകും. സർക്കാരിന്റെ നയങ്ങളെയും തീരുമാനങ്ങളെയും സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്ക് വരും. എന്നാൽ പ്രതിപക്ഷത്തേക്ക് മാറുന്നതോടെ പാർട്ടിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. പിണറായി വിജയൻ എന്ന ശക്തനായ പാർട്ടി സെക്രട്ടറിയിൽ നിന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്തിയ നേതാവ് വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പാർട്ടി സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ അത് സഹായിക്കും. അണികളെ സമരസജ്ജരാക്കാനും അടിത്തട്ടിലുള്ള പാർട്ടി വോട്ടുകൾ തിരിച്ചു പിടിക്കാനും ഈ മാറ്റം അവർക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കും. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമ്പോൾ പാർട്ടിയിലെയും മുന്നണിയിലെയും യുവ നേതാക്കൾക്ക് അത് വലിയൊരു പഠനവേദിയായിരിക്കും. സഭയിൽ എങ്ങനെ വിഷയം അവതരിപ്പിക്കണം, സർക്കാരിനെ എങ്ങനെ പ്രതിരോധത്തിലാക്കണം എന്നതിനൊക്കെ അദ്ദേഹം ഒരു വഴികാട്ടിയായി മാറും. ഭരണത്തിലിരുന്നപ്പോൾ ഉണ്ടായ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരരംഗത്തേക്ക് വരിക എന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം. മൂന്നാമതായി നമ്മൾ നോക്കേണ്ടത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളാണ്. സാധാരണക്കാരെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും പ്രതിപക്ഷം വളരെ ശക്തമായി ഇടപെടും. ഭരണപക്ഷത്തായിരുന്നപ്പോൾ പ്രതിരോധിക്കാൻ പാടുപെട്ട പല വിഷയങ്ങളും ഇനി ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കും. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ പിണറായി വിജയന്റെ ശബ്ദത്തിന് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അണികളും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ കസേര മാറ്റത്തിൽ ചില വെല്ലുവിളികളും പിണറായി വിജയനെ കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്തെടുത്ത ചില തീരുമാനങ്ങളും ഉയർന്നു വന്ന വിവാദങ്ങളും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ ഭരണപക്ഷം തിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ ഇത് ചെയ്തില്ലേ എന്ന ചോദ്യം സഭയിൽ ഉയരുമ്പോൾ അതിനെ എങ്ങനെ നേരിടും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഏറെ പരിചയസമ്പന്നനായ അദ്ദേഹം ഈ വെല്ലുവിളികളെയെല്ലാം എങ്ങനെ മറികടക്കുമെന്നത് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒന്നാണ്. സാധാരണക്കാരായ വോട്ടർമാർ ഈ രാഷ്ട്രീയ മാറ്റങ്ങളെ വളരെ കൃത്യതയോടെയാണ് നിരീക്ഷിക്കേണ്ടത്. കാരണം ശക്തമായ ഒരു ഭരണപക്ഷം എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ശക്തമായ ഒരു പ്രതിപക്ഷവും.
കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന, ജനങ്ങളുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടാകുമ്പോൾ മാത്രമേ ജനാധിപത്യം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വിജയിക്കുകയുള്ളൂ. ആ രീതിയിൽ നോക്കുമ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി എത്തുന്നത് കേരള നിയമസഭയെ കൂടുതൽ സജീവവും ആവേശഭരിതവുമാക്കും എന്നതിൽ തർക്കമില്ല. ഇനി ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഞാൻ പറയാം. നിയമസഭയിലെ ചർച്ചകളുടെ നിലവാരം ഉയരുക, ജനകീയ വിഷയങ്ങളിലെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാവുക, സർക്കാരിന്റെ ഓരോ ഫയലുകളും കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുക എന്നിവയെല്ലാം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഭരണപക്ഷത്തിരിക്കുന്നവർക്കും കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ പ്രേരണയാകും. ചുരുക്കത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി എത്തുമ്പോൾ കേരള രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കും എന്നുറപ്പാണ്. സമരങ്ങളുടെയും ശക്തമായ വാദപ്രതിവാദങ്ങളുടെയും ഒരു പുതിയ കാലഘട്ടത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഔദ്യോഗിക പദവികൾ മാറുമ്പോഴും കേരള രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി അദ്ദേഹം എങ്ങനെ തുടരുന്നു എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.